ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് എട്ടാമത്തെ എപ്പിസോഡ്, അതായത് ലാസ്റ്റ് എപ്പിസോഡ് കാണാൻ പോവാണ്. പക്ഷെ കുറേ ട്രാജഡി കിട്ടിയിട്ടുണ്ട്. ആ ട്രാജഡി എല്ലാം എപ്പിസോഡിന്റെ ലാസ്റ്റ് പറയാട്ടോ. സോ നമുക്ക് ലേറ്റ് ആക്കാതെ തന്നെ എട്ടാമത്തെ എപ്പിസോഡിലോട്ട് പോകാം. എട്ടാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് വായുവിൽ നിന്നും നുരയും പതയൊക്കെ വന്ന് തീരെ വയ്യാതെ കിടക്കുന്ന സിയയാണ്. സിയെ നോക്കി അട്ടഹസിച്ചിരുന്ന നാരി ചിരിക്കുന്നുണ്ട്. പാവം ഹീറോ ആണെങ്കിൽ സിയെ രക്ഷിക്കാൻ കഴിയാതെ നിസ്സഹായനായിട്ട് സിയ സിയ എന്ന് വിളിച്ച് നിൽക്കുകയാണ്. ഈ ടൈമിലാണ് നാരി അവിടെ നിന്ന് ചിരിക്കുന്നത്. ഇത് കാണുന്ന നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, എടി നാറി, നിന്റെ ചിരി നിർത്തിയില്ലല്ലോ, നിന്നെ ഞാൻ കൊന്നു കളയാൻ പോലും മടിക്കത്തില്ല. പിന്നീട് ഹീറോ നോക്കുമ്പോൾ നാരി അവിടെ കാണുന്നില്ല. അപ്പോഴാണ് ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. വിളിച്ചത് മറ്റാരുമല്ല, ഹാസു ആണ്. ഹാസു വിളിച്ചിട്ട് ഇവനോട് പറയുന്നുണ്ട്, നീ ഫിയെയും കൂട്ടി പെട്ടെന്ന് തന്നെ എന്റെ കോമ്പൗണ്ടിലേക്ക് വരണം, ഇത് ഭയങ്കര അത്യാവശ്യമാണെന്ന്. ഇത് കേൾക്കുന്ന ഫി പറയുന്നുണ്ട്, നീ പോവരുത്, അത് ഹാസു അല്ല, ഇതാ ഡീമനാണ്, നീ എന്തായാലും അവള് പറയുന്നത് കേൾക്കില്ല, അത് അവളല്ല വിളിക്കുന്നത് എന്ന്. ഹീറോയോടൊപ്പം ഹാസു പറയുന്നുണ്ട്, നീ അവള് പറയുന്നത് കേൾക്കരുത്, ഞാൻ പറയുന്ന കേക്ക്, നീ എത്രയും വേഗം ഫിയെ എന്റെ കോമ്പൗണ്ടിൽ എത്തിക്കണം, എന്നാൽ മാത്രമേ അവളെ രക്ഷിക്കാൻ സാധിക്കുമെന്ന്. ഹീറോ ആണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് കൺഫ്യൂസ് അടിച്ച് നിൽക്കുവാണ്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് സ്കൂളിൽ എഴുന്നേക്കുന്ന സിയയാണ്. സിയയ്ക്ക് സാധാരണ പോലെ തന്നെ സിയ എഴുന്നേക്കുന്നുണ്ട്. സിയ എഴുന്നേക്കുമ്പം അവളുടെ അടുത്ത് നാരിയുണ്ട്, ഹാജുനുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ നിപ്പുണ്ട്. ഇവള് പെട്ടെന്ന് നാരിയെ കണ്ടൊന്ന് ഭയക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നാരി പറയുന്നുണ്ട്, എടി നീ എന്നെ കണ്ട് ഭയക്കൊന്നും വേണ്ട, ഞാൻ എന്റെ നിയന്ത്രണത്തിലല്ലാതെയാണ് കുറെ കാര്യങ്ങൾ ചെയ്തതെന്ന്. ഇവള് വളരെ പേടിക്കുന്നുണ്ട്. ഇവള് ചോദിക്കുന്നുണ്ട്, നമ്മൾ എങ്ങനെ ഇവിടെ എത്തി, ഇതെങ്ങനെ ശരിയാകുമെന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്ന ഹീറോ അവളോട് പറയുന്നുണ്ട്, നമ്മൾ ആ കേഴ്സ്, ആ ശാപം എല്ലാം അവസാനിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു സിയ, നമ്മൾ അതിൽ നിന്ന് പുറത്തു വന്നു. നീ എന്തൊക്കെ കാര്യങ്ങളാണ് ഓർക്കുന്നത്, അതൊക്കെ നീ ഞങ്ങളോട് പറയാനെന്ന്. അങ്ങനെ നമ്മുടെ സിയ അവരോട് എല്ലാ കാര്യവും പറയുവാണ്. അവർ ആ വെയർ ഹൗസിലേക്ക് പോയപ്പോഴത്തേനും കുറെ സാധനങ്ങൾ ഇരിക്കുന്നത് കണ്ടതും പിന്നെ ആ വിൻഡോ, അങ്ങനത്തെ അവളുടെ ഓർമ്മയിൽ നിന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇവരോട് പറയുവാണ്. എന്നിട്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ഹാജുവിന്റെ അടുക്ക പോയിട്ട് ഇവള് ഹാസുവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, അവൾ എന്ത് ചെയ്യുന്നു. അവളിങ്ങനെ വളരെ പാനിക് ആകുന്ന കണ്ട ഹീറോ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. സിയ ഒന്നുമില്ല, എല്ലാം പോയി, നീ നിന്റെ ഫോൺ നോക്ക്, അതിനകത്ത് ഇപ്പൊ ഗിരിഗോ ആപ്പ് ഉണ്ടോന്ന്, എല്ലാം നമ്മൾ അവസാനിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നുവെന്ന്. സിയ നോക്കുമ്പം അവരുടെ ആരുടെയും ഫോണിൽ ഗിരിഗോ ആപ്പ് എന്നൊരു ആപ്പ് പോലും കാണുന്നില്ല. അവർക്ക് സമാധാനമാവുന്നുണ്ട്. പിന്നീട് നാരിയും അവളും കൂടെ പരസ്പരം സോറിയൊക്കെ പറഞ്ഞ് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കുന്നുണ്ട്. എന്നിട്ട് ഇവർ നാലുപേരും കൂടെ ഒരുമിച്ച് സ്റ്റെയർസ് കയറി മേളിലേക്ക് വരുവാണ്. മേളിലേക്ക് വരുമ്പോഴാണ് സിയ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് അവിടെ ഒരു മൾട്ടിമീഡിയ എന്ന് പറയുന്ന ഓഫീസ് ഉണ്ട്. അതായത് ഏറ്റവും ശരിയായ രീതി പറയുവാണെങ്കിൽ നമ്മൾ ആദ്യം ഇവർ നാലുപേരും കൂടെ സ്റ്റെയറിന്റെ അവിടെ ഇരുന്നിട്ട് ഹീറോയുടെ ഫോണിലെ ഗിരിഗോ ആപ്പ് റീസെറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേനും ഇവരുടെ പുറകിൽ കുറച്ച് ബാറ് അതുപോലുള്ള അടച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലം നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഇപ്പൊ നോക്കുമ്പോഴത്തേനും ആ അടച്ചിട്ടിരിക്കുന്നതോ ആ ബാറുകളോ ഒന്നും ഇവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ സിയ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ എവിടെ പോയി, ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. ഇത് കേൾക്കുന്ന ഹീറോയും അവരൊക്കെ പറയുന്നുണ്ട്, ആ അതിന്റെ പണിയൊക്കെ തീർത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന്. ഇത് കേൾക്കുന്ന സിയ പറയുന്നുണ്ട്, ഇത്ര പെട്ടെന്നോ, അന്ന് ആ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോൾ ഇതിന്റെ പണി തുടങ്ങിയത്, ഇത്ര പെട്ടെന്ന് തീർന്നു എന്ന്. പെട്ടെന്ന് തന്നെ സിയ അവിടുത്തെ ആ ഒരു ജനൽ തുറന്ന് നോക്കുമ്പോൾ അവിടെ ധാരാളം സിയമാരെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇവിടെ മറ്റൊരു ലോകത്ത് കുടുങ്ങിക്കിടക്കുവാണ്. പെട്ടെന്ന് തന്നെ അവൾ ആ കമ്പ്യൂട്ടർ ലാബിന്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേനും ആ ഒരു സ്ഥലം ആകെ മാറുന്നുണ്ട്. അവിടുത്തെ അന്തരീക്ഷം മൊത്തം മാറി ഏകദേശം റെഡ് കളർ പോലത്തെ രീതിയിൽ ആവുന്നുണ്ട്. സിയ അവിടെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നാരി വന്ന് അവളുടെ മുടിക്കുത്തിനെ പിടിച്ച് വലിച്ച് താഴോട്ടിടുന്നത്. ഈ ടൈമിൽ അവളുടെ ഫോണ്, അതായത് ഇപ്പൊ റിയൽ വേൾഡിൽ അവളുടെ ഫോൺ റെഡ് കളർ ആവുന്നുണ്ട്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്ത റിയൽ വേൾഡിൽ നമ്മുടെ സിയുമായിട്ട് കാറി പോകുന്ന ഹീറോയാണ് കാണിക്കുന്നത്. അപ്പോഴും അവന് വീണ്ടും ഹാസുവിന്റെ കോള് വരുന്നുണ്ട്. ഹാസു പറയുന്നുണ്ട്, നീ എന്റെ കോമ്പൗണ്ടിലേക്ക് കൊണ്ടുപോവാ, നിങ്ങൾക്ക് വഴി കാണിക്കാനായിട്ട് ഞാൻ അവിടെ ഒരു ലാറ്റേൺ കത്തിച്ചേക്കാം, കാരണം നമ്മുടെ ഹീറോക്ക് അവളുടെ കോമ്പൗണ്ട് ഏതാണെന്നോ മറ്റോ ഒന്നും അറിയില്ല. അപ്പോഴാണ് ഇവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് നമ്മുടെ ആളിയൻ ഇവന്റെ കയ്യിൽ ഒരു കോമ്പസ് കൊടുത്തില്ലായിരുന്നോ, ആ കോമ്പസ് പ്രേതത്തിന്റെ സാന്നിധ്യം വരുമ്പോഴത്തേനും കിടുകിട എന്ന് വിറയ്ക്കുമെന്ന് പറഞ്ഞ് ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഹാസ് കോൾ ചെയ്യുമ്പോഴല്ല, മറിച്ച് സിയ സംസാരിക്കുമ്പോഴാണ് അത് കിടുകിടാന്ന് വിറയ്ക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ ഇവനൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, അത് മറ്റൊന്നുമല്ല, അതായത് ഹാസു പറയുന്നതാണ് ശരി, സിയ പറയുന്നത് തെറ്റാണ്, ഹാസു ഒരു ഡീമൻ അല്ല, ഹാസു തന്നെയാണ് വിളിച്ചിരിക്കുന്നത് എന്ന്. ആ കാർ കൂടുതലും മുന്നോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ ആ കാർ അവിടെ നിർത്തിയിട്ട് സിയ അവന്റെ തോളിലേറ്റി മുന്നോട്ട് പോവാണ്. ആ കാട്ടിലൂടെ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല. അവൻ സിയെ സമാധാനിപ്പിക്കുന്നുണ്ട്, സിയ നീ മരിക്കരുത്, നീ എനിക്ക് വേണ്ടി എങ്കിലും ജീവിക്കണം, സിയ എന്ന് വിളിച്ച്. ഇവന്റെ കയ്യിലാണെങ്കിൽ ആ ലൊക്കേഷൻ അയച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു മാപ്പും ഉണ്ട്. നാരി ആവട്ടെ അവളുടെ മുഖം പിടിച്ച് ഭിത്തിയിലേക്ക് അരച്ചു വെച്ചിട്ട്, നീ ആരാടി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ, എല്ലാവരും മരിക്കുമെങ്കിൽ നീയും മരിക്കും, നിനക്ക് മാത്രം ഒരു പാർഷ്യാലിറ്റിയും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഒരു ബ്ലേഡ് എടുത്ത് അവളുടെ കഴുത്തിന് നേരെ അങ്ങ് വെക്കുവാണ്. സിയ കഴിവതും അവളെ അവോയ്ഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇത് ശരിക്കും നാരിയല്ല, ഇത് സീവനാണ് ചെയ്യുന്നത്, നാരിയുടെ ശരീരത്തിലുള്ള സീവന്റെ ആത്മാവ്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് ഹാസു എത്ര നോക്കിയിട്ടും ആ ലാറ്റാൻ തെളിയിക്കാൻ കഴിയാത്തതാണ്. അത് അണഞ്ഞണഞ്ഞു പോവാണ്. കുറെ ശ്രമങ്ങൾക്ക് ശേഷം അവൾ അത് തെളിയിക്കുന്നുണ്ട്.
പെട്ടെന്ന് നമ്മുടെ ഹീറോ ഒരു സ്ഥലത്തെത്തി കഴിയുമ്പോഴത്തേനും ആ ലൊക്കേഷൻ അവിടെ ആണെന്ന് കാണിക്കുന്നുണ്ട് ഫോണിൽ. പക്ഷെ അവൻ നോക്കിയിട്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ചുറ്റിനും കൊടും കാട് മാത്രമാണ്. ഇവൻ ആ സിയെ അവിടെ കിടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. പെട്ടെന്നാണ് സിയ ചിരിക്കുന്നതും ഇവൻ അവിടുന്ന് വീഴുന്നതും. ഇവൻ ആ താഴേക്ക് വീഴാൻ പോകുമ്പോഴത്തേനും ഇവനൊരു മരത്തിൽ കയറി അങ്ങ് പിടിക്കുന്നുണ്ട്. എന്നിട്ട് സിയ കക്ക കക്കാന്ന് ചിരിച്ചോണ്ട് ഇവനോട് പറയുന്നുണ്ട്, എന്താടാ നീ എന്താ വിചാരിച്ച് നീ ഇവളെ രക്ഷിക്കുമെന്നോ? നീ ഒരു കോപം കാണിക്കത്തില്ല, കാരണം ഇവളെ ഞാൻ അങ്ങ് എടുക്കുവാണ്. നിന്റെ കാര്യം ഇപ്പൊ ഇവിടെ തീരുവെന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോക്ക് വളരെ വിഷമവും അതുപോലെ തന്നെ സങ്കടവും നിരാശയും എല്ലാം ആവുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് അവളെ വിട്ടേക്ക്, അവളൊന്നും ചെയ്യല്ലെന്ന്. ഇവന്റെ കൈ അവിടെ നിന്ന് വിടാറാകുമ്പോഴാണ് ഹാവ് വിട്ടിരിക്കുന്ന ലാറ്റേൺ ഇവൻ കാണുന്നത്. പെട്ടെന്ന് തന്നെ ഇവനുള്ളിൽ ഒരു ആത്മവിശ്വാസം കിട്ടുന്നുണ്ട്. ഇവൻ പറയുന്നുണ്ട്, നിന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടി, നിന്റെ ഗെയിമും നിന്റെ ഒരു കോഴ്സും ഇതെല്ലാം ഇന്നുകൊണ്ട് തന്നെ തീർക്കുവടി ചെറ്റേന്ന് പറഞ്ഞാൽ ഇവൻ അവിടെ മുന്നോട്ട് കയറുവാണ്. ഇവൻ അങ്ങനെ പിടിച്ച് 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 മുകളിലേക്ക് എത്തുവാണ്. എന്നിട്ട് സിയയുടെ അടുത്ത് ചെന്നിട്ട് സിയോട് പറയുന്നുണ്ട്, സിയ നീയാണ് എന്റെ ജീവൻ രക്ഷിച്ചത്, നിന്നെ രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യുമെന്ന്. പിന്നീട് സിയെയും ചുമലിലെത്തി ഇവൻ ഹാസുവിന്റെ അടുക്ക് എത്തുവാണ്. ഹാസുവിനോട് പറയുന്നുണ്ട്, എങ്ങനെയാണേലും ഇവളെ ഒന്ന് രക്ഷിക്കണേ, ഇവിടെ ഒരു പാവമാണ്, ഇവളെ മരണത്തിന് വിട്ടുകൊടുക്കരുതെന്ന്. ഹാസു പറയുന്നുണ്ട്, ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ എല്ലാം ചെയ്യുമെന്ന്. എന്നിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ സിയെ ആ സ്ഥലത്ത് കൊണ്ട് കിടത്തുവാണ്. ഹാസു അവിടെ തലയ്ക്കുമ്പാത്തിരിക്കുവാണ്. എന്നിട്ട് കയറ് കെട്ടി അവളുടെ കയ്യിലുള്ള ഹെയറിങ്ങിന്റെ ഫോണില്ലേ അതങ്ങ് ഇവൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് ഇവളുടെ കയ്യിലുള്ള അമ്പ് എടുത്തിട്ട് അതിൽ കുറെ മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് ആ ഫോണിലേക്ക് ഇതങ്ങ് കുത്തി ഇറക്കുവാണ്. പക്ഷെ ഇവളുടെ അത്ഭുതത്താൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. സിയയുടെ അവസ്ഥ കൂടുതൽ പരിതാപകരമാവുകയാണ്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് നാരിയും സിയയുമാണ് അപ്പുറത്തെ ലോകത്ത്. നാരിയാണെങ്കിൽ സിയയുടെ കഴുത്തിലൂടെ ആ ബ്ലേഡ് അങ്ങ് ഓടിക്കുവാണ്. പെട്ടെന്നാണ് അവളുടെ ശരീരത്തിലേക്ക് ഒരു അമ്പ് വന്ന് തറച്ചു കയറുന്നത്. ഇത് മറ്റാരുമല്ല ഹാസു ആണ്. ഹാസു അവിടെ എത്തി സിയയോട് പറയുന്നുണ്ട്, സിയ ഹീറിങ്ങിന്റെ ഫോണില്ലേ അതല്ല മീറങ്ങ്, ഇത് മറ്റെന്തോ കാര്യമാണ്. അപ്പം സിയ ചോദിക്കുന്നുണ്ട്, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന്. അപ്പൊ ഹാസു പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു പ്രശ്നം ഞാൻ ഇതുവരെ നേരിട്ടിട്ടില്ല, ഏതായാലും നമുക്ക് ഇവിടുന്ന് പുതിയൊരു ഡോർ ഉണ്ടാക്കാം, അതുവഴി പുറത്തു കടക്കാം, അതാണെന്ന് തോന്നുന്നു ഇതിനുള്ള പരിഹാരമെന്ന് എനിക്ക് തോന്നുന്നുവെന്ന് നമ്മുടെ ഹാസു സിയോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇവർ രണ്ടുപേരും മുന്നോട്ട് ഓടുവാണ്. ഇനി ഇപ്പുറത്തെ ലോകത്ത് പുതിയൊരു ഡോർ നിർമ്മിക്കാനായിട്ട് ഇവളുടെ കയ്യിലുള്ള ആ തിരിയില്ലേ ആ തിരി ഇവള് കൊളുത്താനായിട്ട് നോക്കുമ്പോഴത്തേനും ഇവർക്ക് അതിനെ കൊണ്ട് സാധിക്കുന്നില്ല. ഇനി ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ ഇപ്പുറത്തെ ലോകത്ത്, അതായത് ആ മായാ ലോകത്തുള്ള സിയെയും ഹാസുവിനെയാണ് കാണിക്കുന്നത്. അവർ മുന്നിൽ ചെന്ന് നിൽക്കുന്നത് മറ്റാരുടെയുമല്ല, ഹെയ്റങ്ങിന്റെയാണ്. ഹെയ്റങ്ങിന്റെ കഴുത്തിലേക്ക് ഹാസുവിനെ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, അവളുടെ കഴുത്തിലെ മുറിഞ്ഞ പാടുകളൊന്നുമില്ല. അതായത് അവൾ ആ കേഴ്സിൽ നിന്നും അവൾ ആ ശാപത്തിൽ നിന്നും മുക്തി നേടിയെന്ന്. സിയെയും ഹാസുവിനെയും ഹെയ്റങ്ങ് ഒരു സ്ഥലത്തേക്ക്, അതായത് ആ മൾട്ടിമീഡിയ റൂമിലേക്ക് ചൂണ്ടിക്കാണിക്കുവാണ്. ഇവർക്ക് എന്താണ് എന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നീട് ഹാസു ഒരു കാര്യം ചിന്തിക്കുമാണ്, അതായത് എല്ലാ അവസരങ്ങളിലും ഹെയ്റങ്ങ് സിയെ സംരക്ഷിക്കാനാണ് നോക്കിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ സിയെയും വിളിച്ചുകൊണ്ട് ഹാസു ആ ഒരു സൈഡിലെ ക്ലാസ് റൂമിലേക്ക് കയറിയിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുവാണ്. അവൾ പറയുന്നുണ്ട്, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, ഹെയ്റങ്ങിന്റെ ഫോൺ അല്ല മേഹങ്ങ്, അത് മറ്റെന്തോ ആണ്. എനിക്ക് തോന്നുന്നത് ഹെയ്റങ്ങിന്റെ വീഡിയോ അല്ല ഇവിടെ ഒരു കേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്, മറിച്ച് മറ്റെന്തോ ആണ്, അതായത് സീവന്റെ വീഡിയോ. നമ്മൾ കണ്ടെത്തേണ്ട സീവന്റെ വീഡിയോ ആണ്. നീ ഒരു കാര്യം ചെയ്യ്, നീ ആ ഫോൺ കണ്ടെത്താൻ നോക്ക്, ഞാൻ ഇവിടെ സീവന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കാമെന്ന്. അവളെ തടയാനിട്ട് ഞാൻ നോക്കിയിട്ട് കഴിയുന്ന ഒരേ ഒരു മാർഗം ഒരു ഡിയോൾമി ഞാൻ തന്നെ നിർമ്മിക്കുക എന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നീ ആ ഫോൺ കണ്ടെത്താൻ നോക്ക്, ഞാനൊരു ഡിയോൾമി പാവയെ നിർമ്മിക്കാം, അങ്ങനെ അവളുടെ നിയന്ത്രണം ഞാൻ നിയന്ത്രിക്കാം എന്ന് ഹാസു പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും രണ്ട് വശത്തേക്ക് പോവാണ്. ഹാസു ഇതിന്റെ ഇടയ്ക്ക് ഇവളുടെ കയ്യിൽ അവളുടെ ആ മാസ്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആ മാസ്ക് വെച്ചിരിക്കുന്നിടത്തോളം നേരം ഇവർക്കാർക്കും നിന്നെ കാണാൻ സാധിക്കില്ല എന്ന്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് ഈ റിയൽ വേൾഡിൽ ഒരു ഡിയോൾമി, ഞാൻ നേരത്തെ ഡിയോലമി അങ്ങനെ എന്താണ് പറഞ്ഞത്, ആ ഒരു പാവയെ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഹാസുവിനെയാണ്. ഹാസു എന്തൊക്കെയോ ചെയ്ത് അവളുടെ കയ്യിലെ രക്തമൊക്കെ ഊറ്റി ആ ഒരു പാവയെ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു വെർച്വൽ വേൾഡിലേക്ക് പോവാണ്. ആ വേൾഡിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത്, അതായത് നമ്മുടെ ഹെയ്റങ്ങ് ഈ സീവനെ വിളിക്കുന്നതാണ്. സീവൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. സീവൻ ഇവളോട് ചോദിക്കുന്നുണ്ട്, നീ ഈ ശാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന്. അപ്പൊ ഇതിനും ഹെയ്റങ്ങ് പറയുന്നുണ്ട്, സീവൻ നമ്മൾ നല്ല കൂട്ടുകാരായിരുന്നില്ലേ, നമുക്ക് കുറച്ചു നേരം കളിച്ചാലോ എന്ന്, നമുക്കൊരു സ്ഥലം വരെ പോയാലോ എന്ന്. സീവൻ ചോദിക്കുന്നുണ്ട്, ഏത് സ്ഥലമെന്ന്. അപ്പൊ ഹെയ്റങ്ങ് പറയുന്നുണ്ട്, നമ്മൾ പ്രേതങ്ങളാണ്, നമുക്ക് എവിടെ വേണേലും പോകാമെന്ന്. എന്നിട്ട് ഇവർ ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോൾ ഇവർക്ക് പിന്നിലൂടെ സിയ ആ മാസ്കും വെച്ച് ആ മൾട്ടിമീഡിയ റൂമിലേക്ക് പോവാണ്. ഈ മൾട്ടിമീഡിയ റൂമിലാണ് നമ്മുടെ സീവൻ മരണപ്പെട്ടത്. ആ ടൈമിലാണ് അവൾ ആ ഫോൺ എടുത്തിട്ട് ഹെയ്റങ്ങിന്റെ വിഷ് കണ്ടിന്യൂ ചെയ്യണം എന്ന വിഷ് വീഡിയോ അവൾ തന്നെ റെക്കോർഡ് ചെയ്തത്. സിയ അവിടെ പോയി അവിടെ മൊത്തം അരിച്ചു പറക്കി തപ്പുന്നുണ്ട്. ഓരോ സാധനങ്ങളും മാറ്റിയിട്ട് നോക്കുമ്പോൾ അവൾ ഒരു റൂമിന്റെ ഒരു ഡോറ് കാണുവാണ്. അവൾ ആ ഡോറ് തുറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് നാരി അവളുടെ പിന്നിൽ വന്ന് അവളുടെ തല ആഞ്ഞാഞ്ഞ് ആ ഡോറിലേക്ക് ഇടിപ്പിക്കുവാണ്. എന്നിട്ട് അവളെ ക്രൂരമായിട്ട് കൊല്ലുന്ന രീതിയിൽ, അവളുടെ കണ്ണൊക്കെ പിഴുതെടുക്കുന്ന രീതിയിൽ ഒരു സാധനം എടുത്തുകൊണ്ട് അവളെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സിയ കഴിവതും മാറി മാറി നടക്കുന്നുണ്ട്. ഇത് സീവന്റെ ആത്മാവുള്ള നാരിയല്ല, നാരി തന്നെയാണ്. അവൾ പറയുന്നുണ്ട്, നീ എന്റെ പിന്നീന്ന് കുത്തുവല്ലായിരുന്നോടി, നീ എന്നെ ചതിക്കുവല്ലായിരുന്നോ, നിനക്കറിയായിരുന്നു ഞാനും ഹീറോയും, അതായത് എനിക്ക് ഹീറോയെ വലിയ ഇഷ്ടമാണ്, എന്നിട്ട് നീ അവന്റെ പിന്നാലെ പോയി. അതുപോലെ തന്നെ നേരത്തെ നീ കണ്ടില്ലേ എന്നെ കുത്തിക്കൊല്ലാൻ നോക്കിയത്, നിങ്ങൾ എന്നെ ചതിക്കുക
ചതിക്കുമല്ലായിരുന്നു എന്ന് ചോദിച്ച് ഇവളെ കൊല്ലാനായിട്ട് നാരി നോക്കുവാണ്. നാരിയെ തടയാനായിട്ട് സിയ കഴിവതും ശ്രമിക്കുന്നുണ്ട്. സിയ എന്നിട്ട് തിരിച്ച് പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും അവളെ പറഞ്ഞു തിരുത്താനായിട്ട് അവൾ നോക്കുന്നുണ്ട്. സിയ പറയുന്നുണ്ട്, എനിക്കറിയാം നീ ചെയ്ത തെറ്റല്ല, നിനക്ക് അറിയില്ലായിരുന്നു ഈ ഒരു ഗിരിഗോ ആപ്പിനെ കുറിച്ച്, അതാണ് നീ ഒരു വിഷ് വീഡിയോ റെക്കോർഡ് ചെയ്തത്, നിനക്ക് ആരും മരിക്കണമെന്നില്ലായിരുന്നു. ഇത് കേൾക്കുന്ന നാരി ദേഷ്യത്തോടെ പറയണേ, എടി എനിക്ക് നിങ്ങളെല്ലാം ചാവണമെന്ന് തന്നെയായിരുന്നു, ഇതിനെല്ലാം കാരണം ആ തെണ്ടി വൂക്കാണ്, അവൻ ആപ്പ് കാണിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ പഴയതുപോലെ തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ഒരു സാധനം എടുത്ത്, ഒരു മൂർച്ചയുള്ള ആയുധം എടുത്ത് നമ്മുടെ സിയയുടെ വയറ്റിലേക്ക് അങ്ങ് കുത്തി ഇറക്കുവാണ്. വേദന സഹിക്കാൻ വയ്യാതെ സിയ ലാസ്റ്റ് ഒരു നിവൃത്തിയില്ലാതെ ഇവളുടെ മുഖത്തിനിട്ട് ഞാൻ ഇടിച്ച് അവളുടെ ബോധം അവിടെ കളയുവാണ്. എന്നിട്ട് സിയ നല്ല വിഷമിക്കുന്നുണ്ട്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് നമ്മുടെ ഹെയ്റങ്ങും സീവനും കൂടെ ഒരു സ്ഥലത്തേക്ക് പോയില്ലേ, അവിടെ വെച്ച് ഹെയ്റങ്ങിനോട് സീവൻ ചോദിക്കുന്നുണ്ട്, നിന്റെ ഉടുപ്പിൽ എന്താടി ഒരു തിരിയുടെ ഒക്കെ മണം, പക്ഷെ ഇത് എന്റെ അമ്മയുടെ വീട്ടിലുള്ള ആ ഒരു മണമല്ല, മറ്റേതോ മണമാണ്, നിന്നെ കയ്യോടെ പൊക്കിയിടി. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹെയ്റങ്ങിന്റെ രൂപത്തില് സീവന്റെ മുന്നിൽ വന്ന് നിന്നത് ഹെയ്റങ് ആയിരുന്നില്ല, മറിച്ച് ഹാസു ആയിരുന്നു. ഹാസുവിനെ ഇവള് കയ്യോടെ പൊക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താടി എഴുതിയത്, ഈ ലോകത്തും വന്ന് നിന്റെ ലോകം പോലെ കിടന്ന് അങ്ങ് വിലസാന്നാണോ, വിടില്ലടി നിന്നെ തന്നെ ഞാൻ ആദ്യം തീർക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹാസു വിടുവോ, അവൾ ഒന്നും ചെയ്യുന്നില്ല. അവൾ തിരിച്ച് അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് സമയമായി എന്ന് മനസ്സിലാവുമ്പോഴത്തേനും അവളുടെ കയ്യിലേക്ക് അമ്പ് വരുന്നുണ്ട്. ആ അമ്പ് ഇവളുടെ ദേഹത്തേക്ക് കുത്തി ഇറക്കാൻ നോക്കുവാണ്. പക്ഷെ അതിനുള്ളിൽ തന്നെ സീവൻ മാഞ്ഞുപോയി. ഹാസു സീവനെയും തപ്പി ആ ഒരു വരാന്ത മുഴുവൻ നടക്കുവാണ്. പെട്ടെന്ന് സീവൻ ആ മേളിലത്തെ ഭിത്തിയില്ലേ അതിലൂടെ തല കുത്തി കിടക്കുവാണ്. ഒരു രക്തത്തുള്ളി വന്ന് ഹാസുവിന്റെ മുഖത്ത് വീഴുമ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് സീവൻ മേളിലുള്ളത്. സീവൻ ഇവക്ക് നേരെ എടുത്ത് ചാടുവാണ്. എന്നിട്ട് ബ്ലേഡ് അവളുടെ കയ്യിലേക്ക് കുത്തി ഇറക്കുവാണ്. എന്നിട്ട് ആ കയ്യിലൂടെ തന്നെ അവളുടെ കഴുത്തിലേക്ക് കുത്തി ഇറക്കാനായിട്ട് സീവൻ ശ്രമിക്കുവാണ്. ഹാസു തടയാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവിടെ കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല. ഈ ഒരു ടൈമിലാണ് നാരിയെ തകർത്തിട്ട് ആ ഒരു റൂമിലേക്ക് വളരെ ശക്തിക്ക് ഇടിച്ചു കയറുന്ന സിയെ നമ്മൾ കാണുന്നത്. അവൾ ആ റൂമിലെത്തി എല്ലാ സ്ഥലവും തപ്പുന്നുണ്ട്. ആ സ്ഥലങ്ങൾ തപ്പുന്ന സമയത്ത് തന്നെ സീവന്റെ ബോഡി അവൾ കാണാൻ സാധിക്കുന്നുണ്ട്. രക്തം കൊണ്ട് സീവൻ എന്നും അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയതും അവൾ കാണുന്നുണ്ട്. കൂടുതൽ തപ്പിക്കഴിയുമ്പം ഒരു സാധനത്തിന്റെ അടിയിൽ നിന്ന് തന്നെ ഈ സീവന്റെ ഫോൺ, അതായത് ഈ മേഹങ്ങ ഇവളുടെ കൈ കിട്ടുന്നുണ്ട്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മൾ കാണുന്നത് സീവനും അതുപോലെ തന്നെ ഹാസുവുമായിട്ടുള്ള ആ മൽപ്പിടുത്തമാണ്. ആ മൽപ്പിടുത്തത്തിനിടയിൽ അവൾ ആ അമ്പ്, അതായത് നമ്മുടെ ഹാസു അമ്പ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് സാധിക്കുന്നില്ല. പെട്ടെന്ന് ഹെയ്റങ്ങിന്റെ ആത്മാവ് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവൾ സീവനെ വിളിക്കുന്നു, മതി സീവൻ, നീ കാരണം, നമ്മൾ കാരണം ഒരുപാട് ആളുകൾ അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഇനി നിർത്താം. ഇതൊക്കെ കേൾക്കുന്ന സീവൻ തിരിഞ്ഞു നിന്ന് ദേഷ്യത്തോടെ ഇവളോട് ചോദിക്കുന്നു, അതുപോലെ നീ ആരാടി, നിന്റെ ആഗ്രഹം തന്നെയല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ ഒരു ടൈമിലാണ് നമ്മുടെ ഹാസു ആ അമ്പ് ഊരിയെടുത്തിട്ട് ഈ സീവന്റെ ശരീരത്തിലേക്ക് അങ്ങ് കുത്തിയിറക്കുന്നത്. പക്ഷെ റിയൽ വേൾഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഹാസു അവളുടെ വയറ്റിലേക്ക് തന്നെയാണ് ആ ഒരു അമ്പ് കുത്തിയിറക്കുന്നത്. അതായത് അവള് നിർമ്മിച്ച ആ ഡിയോലമയില്ലേ അത് അവള് തന്നെയായിരുന്നു. എത്രത്തോളം ബ്ലഡ് അവിടേക്ക് വീഴുന്നോ അത്രത്തോളം കൺട്രോള് സീവന് മേലെ അവൾക്ക് ലഭിക്കും. അവൾ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു സമയമാണ് കയ്യിൽ കിട്ടിയ ആ ഒരു ഫോണുമായിട്ട്, സീവന്റെ ഫോണുമായിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് ഓടി വരുന്ന നമ്മുടെ സിയെ കാണിക്കുന്നത്. സിയ ഓടി വന്ന് ഇവരുള്ള ക്ലാസ് റൂം കണ്ടെത്തുന്നുണ്ട്. എന്നിട്ട് ഇത് ഹാസുവിനെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. ഹാസു പെട്ടെന്ന് തന്നെ ഒരു അമ്പ് അതിലേക്ക് എയ്യുന്നുണ്ടെങ്കിലും അതിന്റെ അടുത്തൂടെ പോകുന്നുണ്ട്. പക്ഷെ ആ ഫോണിനൊന്നും സംഭവിക്കുന്നില്ല. ഇത് കാണുന്ന സിയയ്ക്കും പേടിയാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഹാസുവിന്റെ ബോധം അവിടെ നഷ്ടപ്പെടുവാണ്. അവൾ സിയ എന്ന് വിളിക്കുന്നുണ്ട്. സിയ ആവട്ടെ ഒന്നും തീരുമാനിക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ആ ഭിത്തിയിൽ കയറിയിരിക്കുന്ന ആ അമ്പൂരി എടുത്തിട്ട് ഈ ഫോണിലേക്ക് അങ്ങ് കുത്തി ഇറക്കുവാണ്. ഈ സമയത്ത് സീവൻ അവിടെ കിടന്ന് അലറുന്നുണ്ട്. അവളുടെ അലർച്ചയുടെ ശക്തിയാൽ അവിടുത്തെ ചില്ലുകളെല്ലാം പൊട്ടി വീഴുന്നുണ്ട്. പക്ഷെ സിയ അതിനുള്ളിൽ തന്നെ ആ ഫോൺ നശിപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇനി നമ്മൾ കാണുന്നത് റിയൽ വേൾഡിൽ അവളുടെ ആ ബോധം തിരിച്ചു കിട്ടുന്ന സിയയും ഹാസുവിനെയുമാണ്. അവരത് ചെയ്തു കഴിഞ്ഞുവെന്ന്, അതായത് അവർ ആ കേഴ്സിൽ നിന്ന് പുറത്ത് കടന്നുവെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവരതിൽ നിന്ന് വിജയിച്ചു എന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സ്കൂളിലെ സീനാണ്, സിയറിൻ ഹൈസ്കൂളിലെ സീന്. ഈ സിയറിൻ ഹൈസ്കൂളിൽ ഇവരുടെ ക്ലാസ് സാധാരണ പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആർക്കും പഴയ പോലെ സന്തോഷമൊന്നുമില്ല. കാരണം രണ്ടുപേര് അവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതായത് നാരിയെയും അതുപോലെ തന്നെ വൂക്കിനെയും. സാറ് പറയുന്നുണ്ട്, എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും ഇത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, അതുപോലത്തെ കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയത് എന്ന്. പെട്ടെന്ന് തന്നെ സിയ ആ പഴയ ഓർമ്മകളിലേക്ക് പോവുകയാണ്. അതായത് വൂക്കിന്റെ ഫീറ്റിൽ ധാരാളം ഫ്ലവേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ വൂക്ക് ഇരിക്കുന്നതായിട്ടും ഇപ്പുറത്തെ നാരിയുടെ ഫീറ്റിൽ അവിടെ ഫ്ലവേഴ്സ് ഒന്നുമില്ല. കാരണം നാരിയുടെ മരണം നമുക്ക് വ്യക്തമല്ല. അവൾ ആ ലോകത്ത് കുടുങ്ങിക്കിടക്കുവാണോ അതോ അവൾ മരിച്ചോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നാരിയുടെ ഫീറ്റിലേക്ക് സിയ നോക്കിയിട്ട് സിയ അവൾ അവിടെ നിന്ന് പണ്ട് ഫോണിലൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നൊക്കെ അല്ലേ, അതൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇവർക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ കാണുന്നത് വൂക്കിന്റെ അന്ത്യകർമ്മങ്ങൾ, അതായത് മരണാനന്തര ചടങ്ങുകൾ നടത്തുന്ന സിയയെയും ഹാസുവിനെയും ഹാജുവിനെയും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയുമാണ്. ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് എല്ലാം വളരെ സന്തോഷമാകുന്ന രീതിയിൽ നമ്മുടെ അളിയനും അവിടെ നിൽപ്പുണ്ട്. വൂക്കിന് സ്വർഗം കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എന്തോ പേപ്പറൊക്കെ ഇവർ കത്തിച്ച് ചാരമാക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അളിയൻ
എന്തോ കാര്യം അവിടെ കാണുന്നുണ്ട്. അവൻ അതിലേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ബാക്കിയുള്ള 3 പേരും മൂക്കിന്റെ കൂട്ടുകാരായ 3 പേരും അവിടെ ഇരുന്ന് അലറിക്കരയുവാണ്. ഇവിടുന്ന് സീൻ കട്ട് ചെയ്ത് നമ്മൾ കാണുന്നത് നമ്മുടെ ഹീറോയും സിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സിയയോട് ഹീറോ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഗിരിഗോ ആപ്പ് ഡിലീറ്റ് ചെയ്യാത്തത്? എന്റെ ബൂക്കിനെ നീ മറക്കുമെന്ന് പറഞ്ഞാണോ? അപ്പൊ സിയ പറയുന്നുണ്ട്, ഇല്ല, എനിക്കൊരു കുറ്റബോധമുണ്ട്. ഞാൻ ഇച്ചിരി കൂടെ ധൈര്യത്തോടു കൂടി നിന്നിരുന്നെങ്കിൽ എനിക്ക് നാരിയെയും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്ന്. അപ്പൊ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, നിനക്ക് കഴിയുന്നതെല്ലാം നീ ചെയ്തിരുന്നു, നാരിയുടെ വിധി അതാണ് എന്ന് നീ വിചാരിക്കുക എന്നും പറഞ്ഞ് സിയെ കൊണ്ട് ആ ഒരു ഗിരിഗോ ആപ്പ് അവളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഇവരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കുറച്ച് തണ്ണിമത്തങ്ങയൊക്കെ കഴിക്കുന്നതാണ്. ഈ ടൈമിൽ നമ്മുടെ അളിയനെ കാണിക്കുന്നുണ്ട്. അളിയന്റെ അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ പട്ടാളം സിനിമയ്ക്കകത്ത് ഈ പട്ടി കടിച്ചതിന് ശേഷം സലിംകുമാർ നടക്കത്തില്ലേ, അതുപോലെ ഇരിക്കാനും വയ്യ നിൽക്കാനും വയ്യാത്ത അവസ്ഥയിൽ അവനിങ്ങനെ നടക്കുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ തള്ളി മറിക്കുവാണ്. ഞാൻ എൻ്റെ ജീവിതം തീർന്നു എന്നാണ് കരുതിയത്, ഞാൻ അപ്പുറത്തെ ലോകത്ത് എത്തി എന്നാണ് കരുതിയത്. പക്ഷേ എൻ്റെ അളിയൻ അവിടെ കിടന്ന് അളിയ അളിയ എന്ന് വിളിച്ച് കരയുന്നത് കണ്ടപ്പം എനിക്ക് പോവാൻ തോന്നിയില്ല. നിന്റെ ആംഗ്ലം നന്നായി എന്ന് പറയാനായിട്ട് നിന്റെ അടുക്ക വരണമെന്നും തോന്നി. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന ഹാജും പറയുന്നുണ്ട്, ഞാൻ കരഞ്ഞെന്ന് നിങ്ങൾ എന്തോ നടയി പറയുന്നെന്ന്. പിന്നെ ഇവനെന്ന് കിടന്ന് കരഞ്ഞത് നമ്മളെല്ലാം കണ്ടതല്ലേ അല്ലേ? അപ്പൊ അളിയൻ ചോദിക്കുന്നുണ്ട്, ആ പിന്നെ സവോള അരിഞ്ഞോണ്ടാക്കി നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞത്? എടാ നീ നന്നായിട്ട് കിടന്ന് മോങ്ങിയെന്നു, നിനക്ക് എന്നെ വലിയ ഇഷ്ടമാണ്. ഇതൊക്കെ കേട്ട് ഇവർ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ഹാസുവിനോട് നമ്മുടെ അളിയൻ പറയുന്നുണ്ട്, ഇവൻ ആ സ്പിരിറ്റിനെയൊക്കെ കാണാൻ സാധിക്കുമെന്നും അതോടൊപ്പം തന്നെ വൂക്കിന്റെ മരണാനന്തര ചടങ്ങുകളിൽ വൂക്ക് വളരെ സന്തോഷത്തോടെ ഇവനെ നോക്കി നിൽക്കുന്നത് ഇവൻ കണ്ടുവെന്നും ഇതാണ് ഇവൻ അവിടേക്ക് സൂക്ഷിച്ച് നോക്കിയതെന്നും. ഇതൊക്കെ കേൾക്കുന്ന ഹാസുവിന് വളരെ സർപ്രൈസ് ആവുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, ഈ ഒരു കോമ്പൗണ്ടിൽ നിന്നുള്ള നിന്റെ മോചനം ഞാൻ സാധിച്ചു തരുമെന്നും പറയുന്നുണ്ട്. എന്നിട്ട് അയാളുടെ കണ്ണാടി മാറ്റിയിട്ട് അയാളുടെ കണ്ണിലെ ആ പവർ ഇവളെ കാണിച്ചു കൊടുക്കുവാണ്. അയാളുടെ കണ്ണിലെ ആ ചെറിയ പാടിലെ അത് വലിയ ഒരു റെഡ് ഐബോൾ ആയിട്ട് മാറുന്നുണ്ട്. ഇവരിങ്ങനെ സന്തോഷിച്ചൊക്കെ ഇരിക്കുന്ന ആ ഒരു സീൻ കഴിയുമ്പോഴത്തേനുമാണ് നമ്മൾ സീസൺ 2 ഒരു ഹിന്റ് കാണുന്നത്. അതായത് നമ്മുടെ മിൻസോ ഇല്ലേ, വൂക്കിന്റെ മരണം തെളിയിക്കാനായിട്ട് അവന് സ്കൂളിലേക്ക് എത്തുവാണ്. ആ സ്കൂളിൽ പണ്ട് സിയോ ഉണ്ടാക്കിയിട്ട് ഒരു വഴിയില്ലേ, നാരിയൊക്കെ കയറി വന്ന വഴി, ആ വഴിയിലൂടെ ഇവൻ അകത്തേക്ക് കടക്കുമ്പോൾ ഇവന് നാരിയുടെ ഫോൺ കിട്ടുന്നുണ്ട്. ഇവൻ നാരിയുടെ ഫോണ് അത് എടുത്തുകൊണ്ട് വന്ന് അത് ചാർജ് ചെയ്യുന്നുണ്ട്. ചാർജ് ചെയ്തതിന് ശേഷം ഇവൻ ആർക്കോ ചാറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ആ ഫോണ് എനിക്ക് കിട്ടിയെന്ന്. അപ്പോൾ ഇവൻ അവന്റെ പാസ്വേഡ് അടിക്കാൻ നോക്കുമ്പോഴത്തേനും പാസ്വേഡ് ഇവന് അറിയില്ല. പക്ഷെ ഇവനെ ചാറ്റ് ചെയ്യുന്ന ആ ഒരു നമ്പർ ഉണ്ടല്ലോ, അതൊരു 6 ഡിജിറ്റ് ആണ്. ആ 6 ഡിജിറ്റ് അടിക്കുമ്പോൾ തന്നെ അത് പാസ്വേഡ് ആവുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് അതായത് അപ്പുറത്തെ വശത്തിരിക്കുന്ന ആള് ഇവനോട് പറയുന്നുണ്ട്, വൂക്കിന് എന്ത് സംഭവിച്ചു എന്ന് നിനക്കറിയണ്ടേ, എങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യ്, ആ ആപ്പിലേക്ക് നീ പോ, ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോ എന്ന്. ഇങ്ങനെ ഇവർ പറയുന്നത് കേൾക്കുന്ന നമ്മുടെ മിൻസോ ഇല്ലേ, ഒന്നും നോക്കാതെ വൂക്കിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇവൻ ആ ഗിരിഗോ ആപ്പ് ഓപ്പൺ ചെയ്യുവാണ്. ഇതോടുകൂടി തന്നെ നമ്മുടെ സീസൺ 1 ഇവിടെ അവസാനിക്കുവാണ്. സീസൺ 2 ഉണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു 99% സീസൺ 2 ഉണ്ടാവാനാണ് ചാൻസ്. അതായത് ഗിരിഗോ ആപ്പിന്റെ മിസ്റ്ററി ഇവിടെ അവസാനിക്കുന്നില്ല. എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടിപൊളി സീരീസ് അല്ലേ? എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സീരീസ് ആയിരുന്നു കേട്ടോ ഇത്. ഇനി നമുക്ക് നമ്മുടെ ട്രാജഡീസിലേക്ക് കിടക്കാം. ഞാൻ ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തായിരുന്നല്ലോ, എൻ്റെ വീഡിയോസ് ഫുള്ള് കോപ്പിറൈറ്റ് അടിച്ചു പോയി. ഞാൻ എന്നാ ചെയ്യണമെന്ന് അറിയാതിരിക്കുവാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാം പോയി. അതായത് 400+ വാച്ച് അവേഴ്സ് ഒക്കെ വന്നതാണ്, അതും എല്ലാം പോയി. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളെപ്പോലെ കുറേ പേരെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് കിട്ടി. ഇത് എൻ്റെ തന്നെ റിസ്കിലാണ് ഞാൻ ഈ 8ാമത്തെ എപ്പിസോഡ് ഇടുന്നത്. കാരണം 7 വീഡിയോസിലാണ് എനിക്ക് അടുപ്പിച്ച് കോപ്പിറൈറ്റ് അടിച്ചേക്കുന്നത്. അപ്പം എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അതായത് ഇനി ഒരു കോപ്പിറൈറ്റ് ചിലപ്പോൾ കിട്ടിയാൽ നിനക്കൊരു സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന്. സോ അതുകൊണ്ട് തന്നെ എനിക്കറിയാം കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, പക്ഷേ സെമി ഫൈനൽ വരെ കണ്ടിട്ട് ഗ്രാൻഡ് ഫിനാലെ ആകുമ്പോഴത്തേനും ആ കറണ്ട് പോകുമ്പോഴുള്ള വേദന അതെനിക്കറിയാം. അതുകൊണ്ട് ഏത് രീതിയിലും 8ാമത്തെ എപ്പിസോഡ് നിങ്ങൾ കാണിക്കുമെന്ന് കരുതി കൂട്ടി തന്നെയാണ് ഞാൻ ഇതിടുന്നത്. ഞാൻ കറക്റ്റായിട്ട് വിഷ്വൽസ് കൂട്ടിയാണ് കേട്ടോ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നത്തിൽ വിഷ്വൽസ് പറ്റത്തില്ല എന്ന് യൂട്യൂബ് പറഞ്ഞാൽ ഞാൻ ബ്ലാങ്ക് ആയിട്ട് ഇടും കേട്ടോ. സോ നിങ്ങൾ ബ്ലാങ്ക് ആയിട്ടുള്ള വീഡിയോ വന്ന് ഓർത്തോ, യൂട്യൂബ് എന്നെ സമ്മതിച്ചില്ല വിഷ്വൽസ് കൂട്ടിയിടാൻ. ഇനി മറ്റൊരു കാര്യം, അതായത് എൻ്റെ 3ാമത്തെ വീഡിയോ വരെ ഏകദേശം ഒരു 2000 വ്യൂസ് കിട്ടിയായിരുന്നു 3ാമത്തെ എപ്പിസോഡ്. അത് കഴിഞ്ഞ് പിന്നെ വ്യൂസ് കൂടി വരുന്നതേ ഉള്ളായിരുന്നു. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, അതായത് ഒരുപാട് പേര് ഇനിയും എപ്പിസോഡ്സ് കാണാനുണ്ടെന്ന്. അതായത് ഓരോ ദിവസം ഓരോന്ന് വെച്ചതായിരിക്കും. പിന്നെ 2-3 പേർ എന്നോട് പറഞ്ഞു ഇടയ്ക്കത്തെ എപ്പിസോഡ്സ് ഒന്നും കണ്ടില്ല എന്ന്, അതായത് കാണാൻ വന്നപ്പോഴത്തേനും തന്നെ യൂട്യൂബ് ബ്ലോക്ക് ചെയ്തു എന്ന്. സോ അതിന് എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഒരു കാര്യം എന്ന് പറയുവാണെങ്കിൽ വിഷ്വൽസ് ഇല്ലാതെ ഇനി പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഞാനൊരു 1 ടൈം വാച്ച് ഈ 8 എപ്പിസോഡ്സും ഒറ്റ ഇരിപ്പിന് തന്നെ കാണാവുന്ന രീതിയിൽ ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിഷ്വൽസ് എല്ലാം ബ്ലാങ്ക് ആക്കിയിട്ട് എൻ്റെ വോയിസ് മാത്രമുള്ള രീതിയിൽ ഞാൻ പോസ്റ്റ് ചെയ്യും.
ലൈക്ക് എനിക്കറിയാം അതൊട്ടും ശാശ്വതമല്ല എന്ന്, നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന്. ബട്ട് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്, അങ്ങനെയാണല്ലോ. അതായത് നിങ്ങൾക്ക് ഒന്നും ഇല്ലാതിരിക്കുന്നതിലും നല്ലതാണ് ഇനി വോയിസ് എങ്കിലും കേട്ട് കഥ അറിയുന്നത്. ഒരുപക്ഷെ എൻ്റെ വോയിസ് കേട്ടാൽ നിങ്ങൾക്ക് കഥ നന്നായിട്ട് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെ കൊണ്ട് ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതെൻ്റെ മാക്സിമം ആണ്, അതുകൊണ്ട് ഞാൻ അതും ചെയ്തേക്കാം. എനിവേ ഈ വീഡിയോ നിങ്ങൾ എത്രയും വേഗം തന്നെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇത് കാരണം എൻ്റെ ചാനൽ, അതായത് വീണ്ടും വീണ്ടും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തുകൊണ്ട് എൻ്റെ ചാനൽ അഥവാ പോകുവാണെങ്കിൽ ഞാനൊരു സെക്കൻഡ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഏതായാലും അതും കൂടെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇൻ കേസ് ഈ ചാനൽ പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത ചാനലിൽ നിന്ന് മീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയാനുള്ള കാര്യം, 2-3 ആനിമി, അതുപോലെ തന്നെ 2-3 സിനിമകൾ, പിന്നെ നമ്മുടെ മസ്റ്റ് ഡേറ്റ് ദ പ്ലേ ബോയ്, ഇതിൻ്റെ എല്ലാ എപ്പിസോഡ്സ് ഒക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ വീക്കുകളിൽ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കുക. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സീസൺ 2 വന്നാലും ഇവിടെ തന്നെ വന്ന് കാണാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാവോ? എനിവേ, അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ, ബൈ ബൈ, സീ യു.